നിലമ്പൂരിൽ രണ്ടാം ഘട്ട പ്രചാരണ പരിപാടികൾക്ക് മുന്നണികൾ ഒരുങ്ങുകയാണ്. നാളെ മുതൽ മന്ത്രിമാരും നേതാക്കളും നിലമ്പൂരിൽ പ്രചാരണത്തിനിറങ്ങും. മുഖ്യമന്ത്രി 13 മുതൽ 3 ദിവസം നിലമ്പൂരിൽ ചിലവഴിക്കും. വി ദിലീപ് കുമാർ വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് തത്സമയം ചേരുന്നു. എല്ലാ മുന്നണികളും, അതായത് ഇരു മുന്നണികളും വളരെ ആവേശത്തോടെയാണ്, നാല് മത്സരാർത്ഥികളും വളരെ ആവേശത്തോടെ വലിയ പ്രതീക്ഷയോടെ നിലമ്പൂരിൽ മത്സരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ ദിലീപ് കുമാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. മുന്നണികൾ രണ്ടാം ഘട്ട പ്രചാരണത്തിലേക്ക് കടക്കുകയാണ്. അതേസമയം NDAയും PV അൻവറും ഇനിയും കാര്യമായൊരു പ്രചരണത്തിലേക്ക് കടന്നിട്ടില്ല. NDA സ്ഥാനാർത്ഥി പഞ്ചായത്ത് തല പര്യടനം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റു രണ്ട് സ്ഥാനാർത്ഥികളും LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ, LDF സ്ഥാനാർത്ഥി M സ്വരാജും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തും നേരത്തെ തന്നെ പ്രചരണത്തിന് തുടക്കമിട്ടിരുന്നു. അവർ പഞ്ചായത്ത് തലത്തിലുള്ള പ്രചരണങ്ങൾ ഏറെക്കുറെ പൂർത്തിയാക്കിയിട്ടുണ്ട്. തുടർന്ന് ഇനി അടുത്ത ഘട്ടം വിവിധ സ്ക്വാഡുകളുടെ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമങ്ങൾ, ഇതോടൊപ്പം തന്നെ മന്ത്രിമാർ, നേതാക്കൾ ഇവരൊക്കെ കൂടുതലായി മണ്ഡലങ്ങളിലേക്ക് നാളെ മുതൽ എത്തുകയാണ്. ഇന്ന് പെരുന്നാളിന്റെ ഒരു അവധിയിലാണ് നേതാക്കളും സ്ഥാനാർത്ഥികളുമൊക്കെ. നാളെ മുതൽ നിലമ്പൂർ മണ്ഡലം കൂടുതൽ സജീവമാകും. മന്ത്രിമാരായ P രാജീവ്, OR കേളു, റോഷി അഗസ്റ്റിൻ, V ശിവൻകുട്ടി തുടങ്ങിയവർ നാളെ മണ്ഡലത്തിൽ എത്തും. ഇവർ വിവിധ ദിവസങ്ങളിൽ, തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ മണ്ഡലത്തിൽ ഉണ്ടാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ 13-നാണ് നിലമ്പൂരിൽ എത്തുന്നത്. വീണ്ടും അദ്ദേഹം നിലമ്പൂരിലേക്ക് എത്തുകയാണ്. നേരത്തെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം ഈ 3 ദിവസം കൊണ്ട് മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളും, മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലും അദ്ദേഹം പര്യടനം നടത്തുകയും പ്രചരണ യോഗങ്ങളിൽ സംസാരിക്കുകയും ചെയ്യും. പ്രിയങ്ക ഗാന്ധിയും നിലമ്പൂരിലേക്ക് എത്തുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽപ്പെടുന്നതാണ് നിലമ്പൂർ മണ്ഡലം. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് 14-ന് പ്രിയങ്ക ഗാന്ധി നിലമ്പൂരിലെത്തുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയും പ്രിയങ്ക ഗാന്ധിയും ഒരേ ദിവസം തന്നെ നിലമ്പൂരിൽ ഉണ്ടാകും എന്ന സവിശേഷതയുമുണ്ട്. വിവിധ നേതാക്കൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ നിലമ്പൂരിലേക്ക് എത്തുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ ചുമതലയിലാണ് CPIMനെ സംബന്ധിച്ച് അവരുടെ പഞ്ചായത്ത് തല പ്രവർത്തനങ്ങൾ. നേരത്തെ 2006-ൽ പാലോളി മുഹമ്മദ് കുട്ടി പൊന്നാനിയിൽ മത്സരിച്ചതിനു ശേഷം ആദ്യമായി CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മത്സരിക്കുന്നതുകൊണ്ട് തന്നെ മന്ത്രിമാരൊഴികെയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. മന്ത്രിമാർ തുടർന്നുള്ള ദിവസങ്ങളിലെത്തും. കോൺഗ്രസ് ആകട്ടെ, UDF ആകട്ടെ, അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം നിലമ്പൂരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പര്യടനം തുടങ്ങിയിട്ടേയുള്ളൂ പഞ്ചായത്തുകളിൽ. ഇന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിലമ്പൂരിൽ എത്തുന്നുണ്ട്. PV അൻവർ ഇതുവരെ പഞ്ചായത്ത് തല പര്യടനങ്ങൾ ആരംഭിച്ചിരുന്നില്ല. അദ്ദേഹം വാർത്താ സമ്മേളനങ്ങളിലാണ് നിറഞ്ഞു നിന്നിരുന്നത്. വിവിധ ആരോപണങ്ങൾ ഉന്നയിക്കുക, മറ്റ് പാർട്ടികളുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകുക വാർത്താ സമ്മേളനങ്ങളിലൂടെ, ഇതായിരുന്നു PV അൻവർ ഇതുവരെ ശ്രദ്ധിച്ചിരുന്നത്. പക്ഷേ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ പഞ്ചായത്ത് തല പര്യടനത്തിലേക്കും PV അൻവർ നീങ്ങും. അങ്ങനെ മത്സരരംഗം കൂടുതൽ ശക്തമാവുകയാണ് നിലമ്പൂരിൽ. SKN. B ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.